ജീസസ്. ഹാലലൂയ. പരിശുദ്ധ പിതാവേ, ഇന്ന് ഹാലലൂയ സന്ധിയിൽ ഹാലലൂയ എൻ്റെ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ഒരുമിച്ചിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹാലലൂയ. യേശുപ്പപ്പാങ്ങയുടെ നാമം ഹാലലൂയ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരിലും കൂടെ ഇന്ന് ഈ രാത്രിയിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. ആമേൻ. ഞങ്ങളുടെ സന്നിധാനത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ഈ രാത്രികാലം കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനവും ഹാലലൂയ ആമേൻ, ഞങ്ങൾ ആമേൻ ആരാധനയും ആമേൻ ഹാലലൂയ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായുള്ള ദൈവിക പ്രവർത്തികളായി ആമേൻ ഹാലലൂയ സമാധാനത്തെയും സന്തോഷത്തെയും കൊണ്ടുവരുന്ന ആമേൻ ദൈവിക പ്രവൃത്തിയായി വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ഹാലലൂയ ഞങ്ങളെ സമ്പൂർണ്ണമായ താഴ്ത്തിൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ഈ രാത്രിയിൽ ഹാലലൂയ ആമേൻ കർത്താവ് ക്യാമ്പസിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു, ഈ ദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ആമേൻ ഹാലലൂയ ഈ സഭയിൽ ഓരോ ദൈവജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ആമേ നിന്നിൽ വിശ്വസിച്ച് നിന്നിൽ ആശ്രയിച്ച് ആമേൻ കൂടി വന്ന ഓരോ ദൈവമക്കളുടെ ഇടയിലും പരിശുദ്ധാത്മാവേ അങ്ങയുടെ ആഴ്മേറിയ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ യേശുവിനെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവ്. ആമേൻ ഹാലലൂയ. കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ ആത്മാവിനോട് കൂടെ ഹാലലൂയ ഈ രാത്രികാലം സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഞങ്ങൾ വെളിപ്പെടേണ്ടതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു രാജാവേ. ആമേൻ. ഞങ്ങളെ ജീവനേക്കാളും സ്നേഹിച്ച ഞങ്ങളുടെ സ്നേഹപിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ ദേശത്തിൻ്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ആമേൻ വാനമണ്ഡലം ആമേൻ പാതാള ഗോപുരങ്ങൾ ആമേൻ സ്വർഗം ഭൂമി അധികാരമുള്ള ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ ആമേൻ ഈ രാത്രിക്ക് വിരോധമായതിന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ നിരോധിക്കുന്നു കർത്താവേ. ഈ രാത്രിയിൽ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ഹാലലൂയ ആമേൻ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹത്തോടെ വാഞ്ചയോടെ ദൈവപ്രവൃത്തി കാണണമെന്ന് ആമേൻ കർത്താവേ ദൈവത്തിൻ്റെ ആമേൻ ഹാലലൂയ പക്ഷം പിടിച്ചു നിൽക്കുന്ന ആമേൻ ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് എൻ്റെ കർത്താവ് ജീവിക്കുന്നുവെന്ന് ആമേൻ കർത്താവ് ജീവനുള്ള പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ മുറ്റുമായ ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. ആമേൻ. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിലും നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, ആമേൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്കൊരു നല്ല അവസരത്തെ ഒരുക്കി തന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം കണ്ട ആമേൻ ഹല്ലേലൂയ നമുക്ക് ഈ രാത്രികാലവും ആമേൻ കാണുവാൻ ദൈവമാണ് ഭാഗ്യം തന്നത്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഈ രാത്രി കാണാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ആമേൻ ദൈവമാണ് ജീവൻ്റെ ഉടമസ്ഥൻ. അപ്പം ജീവനെ സ്വീകരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പം നമ്മൾ പറയും, ചില സമയങ്ങളിൽ നമ്മൾ പറയും പിശാച് എന്ത് ചെയ്തു, കൊന്നു കൊണ്ടുപോയി പറയും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെ നടക്കത്തില്ല. ദൈവം വിട്ടുകൊടുക്കണം. പിശാച് കൊണ്ടുപോകണമെങ്കിലും ദൈവം എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. അതാ പത്രോസിനോട് യേശു പറഞ്ഞു, പത്രോസേ, നിന്നെ പാറ്റിക്കളയേണ്ടതിന് പിശാച് എത്ര വട്ടം എന്നോട് അനുവാദം ചോദിച്ചെന്നറിയാമോ? പക്ഷേ ഞാൻ നിന്നെ വിട്ടുകൊടുത്താൽ നിന്റെ വിശ്വാസം പോയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. അതാ നമ്മളെല്ലാവരും ഇന്നും ജീവനോടെ ഇവിടെ ഇരിക്കുന്നേ. വിട്ടുകൊടുക്കാത്തോണ്ടാ. ഹല്ലേലൂയ. അതോ നമ്മളെല്ലാവരും ചെയ്ത് ഏതോ നന്മ പ്രവൃത്തി കൊണ്ടാണോ നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ പുറകിലോട്ട് നോക്കിയാൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നോക്കിയാൽ, ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് കയറാനുള്ള ഒരു യോഗ്യത പോലും നമുക്കുണ്ടാകത്തില്ല. ആമേൻ. നമുക്കറിയാമോ പ്രീതി മക്കളെ, ആമേൻ കോരഹിൻ്റെ ആമേൻ കൂട്ടരും ആമേൻ ദൈവത്തിൻ്റെ ദാസന്മാർക്കും ദൈവത്തിനും വിരുദ്ധമായിട്ട് എഴുന്നേറ്റപ്പോൾ ആമേൻ ഭൂമി വായ് പിളർന്ന് ആമേൻ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ആമേൻ വിഴുങ്ങിക്കളഞ്ഞതോടെ ആമേൻ കോരഹിൻ്റെ പുത്രന്മാർ അങ്ങ് ദൂരെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവർ ദൂരെ നിന്നിട്ട് തൻ്റെ പിതാക്കന്മാർ ദൈവത്തിന് വിരോധമായി ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ട് ഭൂമി വായ് പിളർന്ന് ദൈവത്തിൻ്റെ കോപം ഇറങ്ങിയപ്പോൾ ആമേൻ അവരെ മൂടിക്കളഞ്ഞപ്പോൾ ആമേൻ അവർ ഓടി. ഹല്ലേലൂയ. കോരഹിൻ്റെ പുത്രന്മാർ ഓടി. അവരെവിടേക്കാണ് ഓടിയത്?
ആമേൻ. ആലയത്തില് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ വന്ന് പിടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചിട്ട് അവർ 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ആമേ, തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ, ആമേൻ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഹല്ലേലൂയ, ആമേൻ. എന്തുകൊണ്ടാ പ്രിയ ദൈവമക്കളെ? ആമേൻ. ആ കോരഹിന്റെ പുത്രന്മാരുടെ ഹൃദയത്തിനകത്ത്, കോരഹിന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് ആമേൻ ആഗ്രഹം വന്നത്. ഹല്ലേലൂയ. അവർ കണ്ണാലെ കണ്ടു തൻ്റെ പിതാക്കന്മാർക്ക് എന്താ സംഭവിച്ചതെന്ന്. ഹല്ലേലൂയ, ആമേൻ. അത് അവരുടെ പ്രവൃത്തി വെച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ അടുത്ത് വരെ ഒരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. പക്ഷേ അവർ ഓടി യാഗപീഠത്തിൻ്റെ കൊമ്പിൽ വന്ന് പിടിച്ചു. ഹല്ലേലൂയ. ഇനി ഞങ്ങൾക്ക് ദൈവമാണ് ശരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വന്നതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ കോരഹിന്റെ പുത്രന്മാർ ദൈവാലയത്തിലെ ശുശ്രൂഷക്കാരായി മാറി. ഹല്ലേലൂയ, ആമേൻ. അവർ സങ്കീർത്തനങ്ങൾ എഴുതി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വായിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങൾ, ആമേൻ, ഒരുപാട് സങ്കീർത്തനങ്ങൾ കോരഹിന്റെ പുത്രന്മാർ എഴുതിയതാണ്. ഹല്ലേലൂയ. അങ്ങനെ വെച്ച് നോക്കിയാൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്വഭാവ രീതികൾ വെച്ച് നോക്കിയാൽ, അവർ നയിച്ച പാപ ജീവിതത്തെ വെച്ച് നോക്കിയാൽ, അവർ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ നോക്കിയാൽ, ഒരു പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരാനുള്ള യാതൊരു യോഗ്യതയില്ലാത്തവരാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം നമ്മളോട് കൃപ കാണിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആമേൻ പാപക്ഷമ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത് കൊണ്ടാ ആമേൻ ഇന്ന് കർത്താവിൻ്റെ ആമേൻ ആലയത്തിൽ നമുക്ക് പ്രവേശിച്ച് അവൻ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധന എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ആരാധിക്കുകയായിരുന്നു, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കുറച്ച് പേരൊക്കെ നന്നായിട്ട് ആരാധിച്ചു. പക്ഷെ പ്രിയ ദൈവമക്കളെ, ആമേൻ, എത്രയോ അംഗവൈകല്യമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരിക്കാം, അല്ലേ? വൈകല്യങ്ങളുള്ളവർ, കൈ പ്രവർത്തിക്കാത്തത്, കാല് പ്രവർത്തിക്കാത്തത്, നാവ് പ്രവർത്തിക്കാത്തത്, അല്ലേ? കണ്ണ് പ്രവർത്തിക്കാത്തത്. പക്ഷേ ആമേൻ, അവരുടെ കൂടെ നമ്മൾ ഒരു മണിക്കൂർ ചെലവഴിച്ച് നോക്കണം. ആ അവയവം നഷ്ടപ്പെട്ടത് കൊണ്ട് അവർ അനുഭവിക്കുന്ന വേദന. ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ നിങ്ങളോട് സംസാരിക്കുന്നേ. നിങ്ങൾ ആരെയും എന്നെ നോക്കി പേടിപ്പിക്കേണ്ട. കഴിഞ്ഞ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ പാസ്റ്ററെ അറിയത്തില്ല, എനിക്ക് ആരെയും അറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചിൽ ആമേൻ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിട്ടുള്ള 1-2 സഹോദരങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. ഇവർ പേച്ചിപ്പാറയിലുള്ളവരാണ്. ഇവരെ ഞങ്ങളുടെ ആരാധനയിൽ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പേരെ എനിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ ആരെയും വേറെ എനിക്ക് അറിയത്തില്ല. ഇന്ന് ഒരു പകൽക്കാലം ഞാൻ നിങ്ങളിൽ പലരെയും കണ്ടു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്താണോ സംസാരിക്കുന്നത്, ദൈവമേ, അത് എനിക്കുള്ളത് എനിക്ക് പറഞ്ഞു തരണം. ദൈവമേ, ഹല്ലേലൂയ, എനിക്കുള്ളത് എനിക്ക് പറഞ്ഞു തരണം. ഹല്ലേലൂയ. ഞാൻ ആ കാര്യത്തെ സ്വീകരിച്ച് എൻ്റെ കർത്താവുമായിട്ട് ഉണ്ടോ. ഞാൻ നിങ്ങൾക്ക് രാവിലെ നിങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ആ സമയം ദൈവം ഞാൻ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ഇവിടെ ശുശ്രൂഷിക്കാൻ വരുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് കാണിച്ചു തന്നത്, ഇതുപോലെ ദൈവവുമായിട്ട് ബന്ധത്തിലായിരുന്ന മക്കൾ ഇതുപോലെ ഗ്യാപ്പിട്ട് നിൽക്കുന്നു. ഇവിടെ ഒരു നിരപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇതിങ്ങനെ ആവണം. നമ്മളും നമ്മുടെ ദൈവവുമായിട്ട് ഈ ബന്ധം ഉറപ്പിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ പ്രവൃത്തി ഇന്ന് രാത്രി നടക്കണം, അല്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നടക്കണം. ഹല്ലേലൂയ, ആമേൻ. അത് നടന്നാൽ ആമേൻ. ഞാൻ രാവിലെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു. എനിക്കത്ര തമിഴൊന്നും അറിയത്തില്ല, പക്ഷെ ദൈവം ആമേൻ എനിക്കൊരു ജ്ഞാനം തന്നു. ഞാൻ ഇവിടെ വന്നത് വായിച്ചു. കർത്തരാൽ ആശീർവദിക്കപ്പെട്ടവരെ ഉള്ളിവാരും. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് രാവിലെ ആ അതെനിക്ക് അറിയത്തില്ലായിരുന്നു.
അതെന്താ വേട്? പക്ഷേ ഉള്ള വന്നു നിങ്ങളെല്ലാവരും. ഹല്ലേലൂയ. പക്ഷേ കർത്താവിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്തെന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരെയാക്കണം. ഇതിനെക്കുറിച്ച് ആ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ പകൽ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. വളരെ ചെറിയ സമയമാണ് നമുക്കുള്ളത്. ആ സമയത്തിനുള്ളിൽ ദൈവാത്മാവ് തരുന്നത് ഞാൻ നിങ്ങൾക്ക് പറയുന്നു. ഇന്ന് രാത്രിയിലും അവരവർ കർത്താവ് എന്നോട് നീ എന്താ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഹല്ലേലൂയ, അത് എന്നോട് സംസാരിക്കണം. ഞാനത് സ്വീകരിക്കാൻ റെഡിയാണ്. ഈ ഒരു വാക്ക് എനിക്ക് തരണ്ട, ദൈവത്തിന് കൊടുത്താൽ മതി. കർത്താവ് നീ എന്നോട് എന്താ സംസാരിക്കാൻ പോകുന്നത്, ഞാനത് സ്വീകരിച്ചോളാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുമെങ്കിൽ, ആ അകലം വിട്ടു പോയിടത്ത് അടുപ്പമുണ്ടായാൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ ആ ആശീർവാദവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. കുടുംബ ജീവിതങ്ങളിൽ കടന്നു വരും. രോഗബന്ധനത്തിനകത്തേക്ക് കടന്നു വരും. സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തിയാണ് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്. മനുഷ്യർ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആദ്യം പിണങ്ങുന്ന ആരോടാ? നിങ്ങൾ പറയണം, ഞാൻ പറയാൻ പറ്റത്തില്ല. മനുഷ്യരും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആദ്യം പിണങ്ങുന്ന ആരോടാ? ചണ്ട പോടുന്നത് അവിടെ പറഞ്ഞു, ദൈവത്തോടാ. പിണങ്ങിപ്പോവും ദൈവത്തോട്. ഞാൻ പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല, എനിക്കിനി പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പിണങ്ങി ദൈവത്തോട്. ഇന്നതാ നിറയെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ. ഞാൻ ദൈവമക്കളാന്ന് പറയത്തില്ല അവരെ. ക്രിസ്ത്യാനികളുടെ പലവരുടെയും ജീവിതത്തിൽ മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ ഒന്ന് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് പറയാം. പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിനോടുള്ള അകൽച്ചയിലേക്ക് പോകുന്നു. ദൈവമായിട്ട് അടുത്തിരുന്ന ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടം? ഹല്ലേലൂയ. ആരാണോ ദൈവത്തിൽ നിന്ന് അകൽച്ച വെച്ചത് അവർക്കാണ് നഷ്ടം. ഹല്ലേലൂയ. അപ്പൊ ആ സ്ഥാനത്ത് പ്രിയ ദൈവമക്കളെ ഇന്ന് നിങ്ങളുടെ മേലൊരു അഭിഷേക ശക്തി വെളിപ്പെട്ട് അഭിഷേകത്തിൻ്റെ ഹല്ലേലൂയ മീൻസ് തമിഴ് മലയാളം ദൈവ സാന്നിധ്യത്തിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മൾ പ്രാപിച്ച് ഈ ബന്ധം പുനഃസ്ഥാപിക്കണം. ഹല്ലേലൂയ. വിടവ് വന്ന സ്ഥാനത്ത്, ഗ്യാപ്പ് വന്ന ഇടം നികത്തി കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് എന്തും ചെയ്യും. കാരണം എൻ്റെ ദൈവത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ കർത്താവിനോട് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോയി പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കും, യേശുവേ നിനക്ക് എന്തും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നിനക്ക് എന്തും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവിന് എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ ദൈവത്തോട് അടുത്ത് വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവവും നമ്മളുമായിട്ട് പിണങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മറ്റൊരവസ്ഥയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ രാത്രികാലം നിങ്ങൾക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തെ ദൈവമായിട്ട് ചേർത്ത് വയ്ക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും. ആ ഇടപെടുന്നത് നമ്മളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കാനായിരിക്കും. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ആരാധനയെ നോക്കി അംഗവൈകല്യമുള്ളവർ, അതാ ഞാൻ പറഞ്ഞു വന്നേ, അംഗവൈകല്യമുള്ളവർ 1 മണിക്കൂർ നമ്മൾ അവരുടെ അടുത്ത് പോയി ചിലവഴിച്ചാൽ ആര് പ്രയാസപ്പെടുന്നത്? ഒരു കൈയില്ലാത്ത ആള്, ആ കൈ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്നത്, സംസാരിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് സംസാരിക്കാൻ ബന്ധപ്പെടുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിന് ഇത്ര വലിപ്പമേ ഉള്ളൂ. ഈ കൈമുഷ്ടിയുടെ ഇത്ര വലിപ്പമേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിന്. പക്ഷേ ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഒന്ന് നിന്നുപോയാൽ പിന്നെ നമ്മളില്ല. ഒത്തിരി വൈരാഗ്യം പറയുന്നവരും ഒത്തിരി പക വെച്ച് പുലർത്തുന്നവരും ജീവിതത്തിൽ മറക്കാൻ എനിക്കിത് പറ്റത്തില്ലെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നവരും നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയ മക്കളെ. ഈ ഹൃദയത്തിന് ഇത്രയും വലിപ്പമുള്ള ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഒന്ന് നിലച്ചാൽ പോയി, പിന്നെ നമ്മളില്ല. കേട്ടിട്ടില്ലേ? ഉറങ്ങാൻ പോകുന്ന ആള് രാവിലെ എണീറ്റില്ല. എന്താ നടന്നത് ആർക്കും അറിയത്തില്ല.
അല്ല, ഇതാ നടന്നത്. അവരുടെ ഹൃദയം നിന്നുപോയി. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആരാധിക്കുമ്പം നമ്മൾ സന്തോഷത്തോടെ ആരാധിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആരാധനയിലാ ദൈവം ഇറങ്ങി വരുന്നേ. ഹല്ലേലൂയ. പ്രസംഗം എന്തിനാണ്? കറക്ഷനാ, തെറ്റ് തിരുത്തുക, സത്യത്തെ അറിയിക്കുക. ഇതാണ് പ്രസംഗം. പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നു, അതാണ് പ്രാർത്ഥന. പക്ഷെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രസംഗവും കേട്ടു, പക്ഷേ ഒന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് നടക്കും? ദൈവം വന്നാലല്ലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം നടക്കണമെങ്കിൽ കർത്താവ് വരണം. ആര് വന്നിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. ഒരു കൃപകളുള്ള ഒരു ദൈവഭൃതിയോ വന്നാൽ ആ വ്യക്തിയിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആരാധനയിൽ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ദൈവം നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങാനായിട്ട്, ദൈവം നമ്മൾക്ക് സമാധാനത്തെ കൊണ്ടുവരാനായിട്ട്, ആമേൻ, ഹല്ലേലൂയ, ആദ്യം നമ്മൾ വരവേറ്റ് നിർത്തേണ്ടി നമ്മുടെ ദൈവത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ ഒരു സന്തോഷം ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആമേൻ. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ആമേൻ 8-9 മണിക്കൂർ ആരാധന ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടുള്ളവർക്കറിയാം. അപ്പം എന്ത് നടക്കും? കാരണം അവരുടെ പ്രശ്നം അത്രയ്ക്ക് വലുതാ. അപ്പൊ എന്ത് ചെയ്യും? എല്ലാം തോറ്റു, ഇനി എനിക്ക് എന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവമേ, നീ മാത്രമേ ഉള്ളൂ. അങ്ങനെ സറണ്ടർ പറയുക. അപ്പൊ 7 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂറൊന്നും ആർക്കും ഒരു വലുതല്ല. ഹല്ലേലൂയ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ പറയുന്ന സമയം എത്ര ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത്ര സമയം നമ്മൾ ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ആരാധനയിൽ നമ്മൾ മടി കാണിക്കരുത്. എത്രത്തോളം അവയവങ്ങൾ തന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് ആമേൻ ഇത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ക്യാമറ ഇരിക്കുന്നുണ്ട്. എന്താണ് ആരാധിക്കുമ്പോൾ നമ്മുടെ കരം, 2 കരത്തിനും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈതട്ടി ഒന്ന് ആരാധിക്കണം. കൈ ഒന്ന് ഉയർത്തി ആരാധിക്കണം. എത്ര സന്തോഷമാണ്. എത്ര പേർക്കാ ഇങ്ങനെ ഒന്ന് കൈ ഉയർത്താൻ പറ്റാതിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എന്തിനാ കർത്താവ് ഈ അവയവങ്ങളൊക്കെ തന്നെ? ഈ നാവ് അമ്മ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വെച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാനാ. ഹല്ലേലൂയ. പ്രിയ ദൈവം, ഈ കണ്ണ് ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ആകാത്ത കാര്യങ്ങൾ കണ്ടു രസിക്കാതെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാനാ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ആരാധനയുടെ നടുവിൽ ആമേൻ അങ്ങനെ ഒരു ദൈവിക പ്രവൃത്തി ആമേൻ വരും ദിവസങ്ങളിൽ കാണണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വളരെ കുറച്ച് ഭാഗം, ഇതൊരു വലിയ പ്രസംഗമല്ല, ഞാൻ രാവിലെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് ഈ സഭയ്ക്ക് പ്രസംഗമല്ല വേണ്ടത്, പഠിപ്പിക്കലാണ് വേണ്ടത്, ടീച്ചിങ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടീച്ച് ചെയ്യുക. ഏതോ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ കാര്യത്തെ എനിക്ക് തന്നത് ഞാൻ പറയും, ഞാൻ കടന്നു പോകും. ആമേൻ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് പഠിച്ച് പ്രാവർത്തികമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആരുടെയും ജീവിതത്തിനകത്ത് കയറി വന്ന് ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. യേശു പോലും വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? യേശു പറയും, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ പോയി അവനോടും അവൻ എന്നോടും കൂടി ഭോജനം, അത്താഴം കഴിക്കും. അപ്പം യേശു പോലും മുട്ടേ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരാളുടെ ജീവിതത്തിനകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സത്യം അറിയിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ ഇന്ന് രാത്രികാലം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുക. ആമേൻ. നമുക്ക് വായിക്കാം സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കും. ആ ആ ആ ആ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സൺഡേ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു വചനമാണ്. ഏത് കുട്ടിയുടെ അടുത്ത് പോയി 1-ാം സങ്കീർത്തനം പറയും,
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി അവർ പച്ചവെള്ളം പോലെ പറയും. ഇതാണ് സൺഡേ സ്കൂൾ കുട്ടികൾ കുഞ്ഞുനാളിൽ പഠിക്കുന്ന വചനം. പക്ഷേ എന്താണ്, ഈ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന സത്യത്തെ ജീവിതത്തിൽ കൊണ്ടുവരാതിരുന്നാൽ ഒരു പ്രയോജനമില്ല. സങ്കീർത്തനം പഠിച്ചതുകൊണ്ടും പ്രയോജനമില്ല, കാണാപ്പാടം പഠിച്ചു വെച്ചതും പ്രയോജനമില്ല, വാക്യ മത്സരത്തിന് പോയതുകൊണ്ടും പോട്ടിക്ക് പോയതുകൊണ്ടും അല്ലേ, വചന പോട്ടി, ഒരു പ്രയോജനവും ഇല്ല. കാരണം ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കാതിരുന്നാൽ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. വെളിയിൽ വേറെ ഒരു ശബ്ദം കേൾക്കുകയാണ്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരുന്നാലേ കാര്യം നടക്കൂ. ഈ അന്ധകാര ദുഷ്ടാത്മ ശക്തികളെ, ഈ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെയൊക്കെ കുടുംബത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പുറത്താക്കണമെങ്കിൽ വചനം അകത്തോട്ട് പോകണം. ഹല്ലേലൂയ. ഞാൻ രാവിലെ പഠിപ്പിച്ചു, വചനം ജീവനാണ്. ഹല്ലേലൂയ. വചനം ജീവനാണ്. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഇനി ചിന്തിച്ചു നോക്കണം, ദുഷ്ടകളായി ജീവിക്കുന്ന, ദുർമാർഗമായി ശരിയായ വഴിയിൽ ജീവിക്കാത്ത വ്യക്തികളുമായിട്ട് അവരുടെ ആലോചന കേൾക്കാറുണ്ടോ? ഹല്ലേലൂയ. ഇനി നിങ്ങൾ വളരെ ചിന്തിച്ചാണ് ഈ വചനം സ്വീകരിക്കാൻ. എൻ്റെ ജീവിതത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഞാൻ നടക്കുന്നുണ്ടോ? എൻ്റെ നടപ്പ് ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ട രണ്ടും പറയണമല്ലോ. ദുഷ്ടന്മാരെന്ന് മാത്രം പറഞ്ഞാൽ ഇവർ വിചാരിക്കും ഇവരെ മാത്രം പറയാമെന്ന്. ഇവർ ദുഷ്ടന്മാരൊന്നും അല്ല, നല്ല ആൾക്കാരാണ്. പക്ഷേ എന്താണ്, അവർ വിചാരിക്കും ഞങ്ങളല്ലല്ലോ യഥാർത്ഥ പ്രശ്നക്കാർ, എന്താണ് ദുഷ്ടകളും ഉണ്ട് എന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞേ, ദുഷ്ടനും ദുഷ്ടയും, പുല്ലിംഗവും സ്ത്രീലിംഗവും, ദുഷ്ടന്മാരുടെ ദുഷ്ടത്തികളുടെ വാക്കിൻ പ്രകാരം, ആലോചന പ്രകാരം നമ്മൾ നടന്നാൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കൂല. ഹല്ലേലൂയ. പാട്ടുണ്ടായിരിക്കും, പ്രാർത്ഥന ഉണ്ടായിരിക്കും, ഉപവാസം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ ദൈവം കൂടെ കാണത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം പറയുന്ന ആലോചനയ്ക്ക്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യത്തിന് ചെയ്യാതെ ദുഷ്ടപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നവരുടെ ആലോചന കേൾക്കുന്നത്. ഹല്ലേലൂയ. വ്യക്തമായിട്ട് നമുക്കറിയാം, ഇന്ന വ്യക്തി ഇന്ന റൂട്ടിലാണ്, ഇന്ന വ്യക്തി ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, ഇവരുമായിട്ട് ഞാൻ പോയി ഇവരുടെ ആലോചന കേട്ട് ഇവരുടെ വഴിയിൽ നടക്കാൻ ആരംഭിച്ചാൽ എൻ്റെ ജീവിതത്തിൽ പരാജയം കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിന്തിക്കുക പ്രിയ ദൈവമക്കളെ, ചിന്തിക്കണം. 2, ഇനി നിങ്ങൾ മനസ്സിൽ വെച്ചോണം, ഈ 3 കാര്യത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ അടുത്ത ഭാഗത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. 2 എന്താണ് തമിഴിൽ? പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആമേൻ. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാതെ പാപപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ വഴിയിൽ ഞാൻ പോയി നിൽക്കാറുണ്ടോ? വഴിയിൽ മീൻസ് അവരുടെ ജീവിതത്തിൽ ഞാനും കൂടെ പോയി കൂട്ടുപിടിച്ച് നിൽക്കാറുണ്ടോ? ചില ആൾക്കാരുണ്ട്, പാവം ചെയ്യത്തില്ല, പാവത്തിന് കൂട്ടു നിൽക്കും. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം എന്താണ്? ഇവർക്ക് പേടിയാണ് പാവം ചെയ്യാൻ. കാരണം ദൈവം അടിക്കുമെന്നറിയാം. അതുകൊണ്ട് തങ്ങൾ ചെയ്യത്തില്ല, പക്ഷെ പാവം ചെയ്യുന്നവർക്ക് സൈഡ് കൊടുക്കും. ഞാൻ ഇപ്പം പറയാൻ പോയാ ഇനിയിപ്പോൾ ഇവരെന്ത് വിചാരിക്കും? ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ എന്താണ് ഒരു ആകാത്ത വാക്കാണിത്, എന്ത് വിചാരിക്കും? ചിലപ്പോൾ പിണങ്ങും, പഴയ പോലെ കൂട്ടുകൂടാനൊന്നും വരത്തില്ല, നമുക്ക് സഹായമൊന്നും ചെയ്യത്തില്ല. അപ്പം എന്തു ചെയ്യും? കുറച്ച് കാണാത്ത പോലെ അങ്ങ് പോകാം. പാപം ചെയ്യത്തില്ല, പക്ഷെ പാപത്തിന് സൈഡ് നിൽക്കും. പാപം ചെയ്യുന്ന വ്യക്തിയെക്കാളും ശിക്ഷയാണ് പാപത്തിന് കൂട്ടു നിൽക്കുന്ന ആൾക്ക്.
അറിഞ്ഞിട്ട് നീ ഒരു പാപം ചെയ്യുന്നു എന്ന് നിന്റെ കൂട്ടു സഹോദരൻ കൂട്ടു സഹോദരി ഒരുമിച്ച് ആരാധിക്കുന്നവർ, ദൈവത്തെ സേവിക്കുന്നവർ ഒരു പാപപ്രവൃത്തിയിൽ പോയിക്കൊണ്ടിരിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് തെറ്റാണ് എന്നൊരു വാക്ക് പ്രബോധിപ്പിക്കാൻ കഴിയാതെ അവർ ഞങ്ങളോട് പിണങ്ങും. അയ്യോ, അവരിന്ന് വരുന്ന സഹായം നിന്നു പോകും, അയ്യോ ഞങ്ങളുടെ കൂട്ട് വിട്ടുപോകും, അയ്യോ അത് നടക്കും, അയ്യോ ഇത് നടക്കും, ഞാൻ വഴിമാറി അങ്ങ് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപികളുടെ വഴിയിൽ ആമേൻ നമ്മൾ സപ്പോർട്ട് നിന്നാൽ നിശ്ചയമായും നാളെ അതേ പാപക്കെണിയിൽ ആമേൻ അതേ പിശാച് നമ്മളെയും കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആമേൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, നല്ല കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ ഇവർ പള്ളിയിൽ നന്നായി ആരാധിച്ചവരായിരിക്കാം, സൺഡേ സ്കൂൾ പഠിച്ചവരായിരിക്കാം, പ്രാർത്ഥിച്ചവരായിരിക്കാം, അഭിഷേകം പ്രാപിച്ചവരായിരിക്കാം. പക്ഷേ നല്ല സുഹൃത്തുക്കളെ കിട്ടിയില്ലെങ്കിൽ അവരുമായിട്ട് പോയി കൂട്ടുകൂടി അവരിൽ എന്ത് പാപ സ്വഭാവമായിരിക്കുന്നത് അത് തങ്ങളിലേക്ക് സ്വീകരിക്കും. ഇതാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളിലേക്ക് അത് സ്വീകരിച്ച് ജീവിക്കാൻ ആരംഭിക്കും. പിന്നെ അമ്മ പറയുന്നത് കേൾക്കത്തില്ല, അപ്പൻ പറയുന്നത് കേൾക്കത്തില്ല, പിന്നെ ആര് പറയുന്നതേ കേൾക്കത്തുള്ളൂ? ഫ്രണ്ട് പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഫ്രണ്ടിന് നല്ല കോഡ് ഭാഷകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, ഫ്രണ്ടൊന്നും പറയത്തില്ല, ചുരുക്കി പറയും, 2 വാക്കിൽ കോഡ് ഭാഷ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം അല്ലേ? അവരുടെ മൊബൈൽ നമ്മൾ എടുത്ത് നോക്കിയാൽ എല്ലാവരും മെസ്സേജ് അയച്ചിരിക്കുന്നത് തുടക്കവും അവസാനമാണ്, 2 വാക്ക്. പക്ഷെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവർക്ക് മാത്രമേ അറിയാവൂ മെസ്സേജ് കൈമാറുന്നത്. തുടക്കവും അവസാനവും കാണും, ഡോക്ടർ MBBS ഡോക്ടർ എഴുതുന്ന പോലെ. കാരണം ആ പഠിച്ചവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കൈമാറിയവർക്ക് മാത്രം തന്നെ അതറിയാം. ഇങ്ങനെയാണ് മാതാപിതാക്കളെ മക്കൾ ചീറ്റ് ചെയ്യുന്നത്, ചതിക്കുന്നത്. അവർ ശരിക്കും പിള്ളേർ ഭയങ്കര പഠിത്തം. എന്തോന്ന് വെച്ച് പഠിത്തം? കമ്പ്യൂട്ടറിൽ പഠിത്തം, മൊബൈലിൽ പഠിത്തം, ടാബ് വെച്ച് പഠിത്തം. പിള്ള പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ള എന്താണ് പുറത്ത് നിങ്ങൾക്ക് അറിയത്തില്ല. പുറത്ത് അറിയാന്നുള്ള വില്ലന്മാർ വില്ലത്തികൾ ഇതിനകത്തുണ്ട്. പുറത്ത് ഒരെണ്ണം എടുത്ത് വെച്ചിരിക്കും പഠിക്കാനുള്ള സാധനം, ഓണാക്കി വെച്ചിരിക്കും. അപ്പം അമ്മ നോക്കുമ്പം പിള്ള പഠിക്കണം ഹിസ്റ്ററി, അപ്പുറത്ത് പോകുമ്പോൾ കെമിസ്ട്രി, അച്ഛമ്മ നോക്കും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം സംഭവം എന്താ പറയുമ്പോൾ അവരങ്ങോട്ട് മാറുമ്പോൾ വേറെ ഓപ്ഷൻ എടുത്ത് എല്ലാം കൈമാറാൻ പറ്റും സെക്കൻഡിൽ. ഇങ്ങനെയാണ് ചിരിക്കുന്നുണ്ടോ? കാരണം ഇവർ ചെയ്യത്തില്ല, ചെയ്യുന്ന ആൾക്കാർ ഇവർക്കറിയാം. ഇതാണ് വിഷയം. ഇതാ ഞാൻ പറഞ്ഞു വരുന്നേ, നമ്മൾ ആമേൻ ഏത് പാപിയുടെ വഴിയിലാണോ നമ്മൾ പോയി നിൽക്കുന്നത് അതേ പാപ സ്വഭാവം നമ്മിലേക്കും തരും. നമ്മളും അത് വാങ്ങിക്കൊണ്ട് പോകും. പകരം നമ്മളിരിക്കുന്ന യേശുവിനെ നമ്മൾ കൊടുക്കുമോ? ഹല്ലേലൂയ. എന്നിട്ട് പറയും ജഡം ബലഹീനമല്ലേ. ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു വാക്കാണ് ജഡം ബലഹീനം, മാംസം ശരീരം ബലഹീനം. അതുകൊണ്ട് ഇതൊക്കെ സൈഡ നടക്കും. അങ്ങനെയാണ് യേശു പഠിപ്പിച്ചേ. യേശു പറഞ്ഞ ഈ ശരീരത്തിന്റെ ക്രിയകളെ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. ഇത് ബലഹീനം എന്ന് പറഞ്ഞ് ആ പാപപ്രവൃത്തികളിലേക്ക് നമ്മളെയും കൂടെ വലിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ട് നമ്മിൽ യേശു ഉണ്ടെങ്കിൽ ആ യേശുവിനെ അങ്ങോട്ട് നമുക്ക് കൊടുക്കാൻ പരിശ്രമിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് അനേകർ കർത്താവിനെ അന്വേഷിച്ച് വരാത്തതിൻ്റെ രഹസ്യം. ഹല്ലേലൂയ. എങ്ങു നോക്കിയാലും പാപപ്രവൃത്തികളും പാപ വഴിയിൽ നിൽക്കുന്നവരും ചേർന്ന് നിൽക്കുന്ന ഒട്ടി നിൽക്കുന്നതെല്ലാം ഇതിനു വേണ്ടിയാ. കർത്താവ് പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. മൂന്നാമത് പറയുന്നു, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് 6 മണിക്കൂർ കിട്ടിയാൽ മതി. ഞാൻ രാവിലെ പറഞ്ഞു, ആരാധിക്കാൻ വരേണ്ടിയ സമയത്ത്, പ്രാർത്ഥിക്കാൻ വരേണ്ടിയ സമയത്ത്, വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തേണ്ടിയ സമയത്ത് എല്ലാം എവിടെയാണ്? പരിഹാസം പറയുന്നവരുടെ ഇടയിൽ ചെന്ന് ഇരുന്ന് കൊടുക്കുക. ഹല്ലേലൂയ. ഈ ദുഷ്ട പിശാചിനെ ഇന്ന് രാത്രി നിങ്ങൾ ആരാധിച്ച് പുറത്താക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരാളെ ഇങ്ങനെ പിശാച് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ ഒരാളെ പിശാച് ഇങ്ങനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ട സാത്താനെ ഇന്ന് ആരാധിച്ച് നിങ്ങൾ പുറത്താക്കണം.
ഹല്ലേലൂയ. എന്താണ്? പരിഹാസം പറയുന്നവരുടെ ഇടയിൽ ഇരുത്തും. നമ്മൾ പരിഹാസം പറയാതെ നമ്മളെ തന്നെ പിടിച്ചു വെച്ച് നോക്കും. നമ്മൾ ദൈവമക്കളിൽ ഇങ്ങനൊന്നും പറയാൻ പാടില്ല, അങ്ങനെ ചീത്ത വിളിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 10 വിളിച്ചു കഴിയുമ്പം ഒന്നെങ്കിലും നമ്മൾ കളിക്കെങ്കിലും അടിച്ചു കളിച്ചങ്ങ് വിളിക്കും. പോയില്ലേ? കഥ പോയില്ലേ? ദൈവ സാന്നിധ്യം പോയില്ലേ? ദൈവമായിട്ടുള്ള ബന്ധം പോയില്ലേ? പാവം ചെയ്യാൻ വെക്കുന്നു. പരിഹാസം പറയാൻ, മറ്റുള്ളവരെ നോക്കി കളിയടിക്കാൻ, പരിഹാസം പറയാൻ. 2 പേര് കൂടിയാൽ മതി, ഉടനെ തന്നെ ഇന്നൊരാളുടെ കാര്യം പറഞ്ഞ് പരിഹാസം പറഞ്ഞുകൊണ്ടിരിക്കും. അവരുണ്ടല്ലേ, അവർ ഇങ്ങനെയാണ് തുണി കൊടുക്കുന്നത്, ഇങ്ങനത്തെ പ്രശ്നമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. അവരിങ്ങനെയാണ് തലമുടി കെട്ടുന്നത്, അതാ അങ്ങോട്ട് നോക്ക്, അയാളുടെ തലയുടെ മുടി നോക്ക്, അയാൾ നടക്കുന്നു നോക്കിയേ. 2 പേര് കൂടിയാൽ മതി. ഇന്നൊരാളെ പരിഹാസം പറഞ്ഞ് കീർത്തനമായി സംസാരിച്ച് സന്തോഷിക്കുന്ന മനുഷ്യർ, അവർക്ക് സന്തോഷം. അങ്ങനെ പറഞ്ഞാൽ ഏതോ സന്തോഷം കിട്ടി, എന്തോ കിട്ടി. 5 പൈസക്ക് പ്രയോജനമില്ലാത്ത കാര്യത്തിനു വേണ്ടി പോയിരുന്ന് സംസാരിച്ച് സമയം ചിലവഴിക്കുന്നു. എന്തെങ്കിലും അവർക്ക് നേടാൻ കഴിഞ്ഞോ? തൻ്റെ ഭാര്യയ്ക്കോ, തൻ്റെ ഭർത്താവിനോ, തൻ്റെ മക്കൾക്കോ, അമ്മയപ്പന്മാർക്കോ, കുടുംബത്തിനോ എന്തെങ്കിലും നേടാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപമല്ലാതെ വേറെ ഒന്നും വരത്തില്ല. ദൈവത്തിന് ദേഷ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേസമയത്ത് ദൈവമക്കൾ 2 പേർ കൂടുമ്പോൾ ഒരു വചനം പറയുകയോ, അല്ലെങ്കിൽ ദൈവം ചെയ്തൊരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയുകയോ, ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയോ, ഏതെങ്കിലും ഒരു വചനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയോ, അതൊന്നുമില്ല. ഹല്ലേലൂയ. കൂടിയാൽ പരിഹാസം പറയുന്ന. അതുകൊണ്ടാണ് ദൈവവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരുന്നു കൊടുക്കല്ലേ. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നാൽ നമ്മൾ അവരെ പോലെ ആകും, അവരെ പോലെ നമ്മൾ ആകും. യാതൊരു മാറ്റവുമില്ല. അവർ 2 പരിഹാസം പറഞ്ഞ് നമ്മൾ കേട്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി 3ാമത്തത് നമ്മൾ പറയും. ഹല്ലേലൂയ. നമ്മളിലിരിക്കുന്ന അഭിഷേകം ചോർന്നു പോകും. നമ്മൾ ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിന് നമ്മളോടുള്ള പ്രിയം വിട്ടുമാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും പെൺപിള്ളേരെയും പയ്യന്മാരെയൊക്കെ നോക്കിയാൽ അറിയാം. അവരെന്താണ്, ഒരാൾ കടന്നു പോകുമ്പോൾ കമൻറ്റ് പറയും, കമൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പെൺകുട്ടി കടന്നു പോയാൽ പയ്യന്മാരിൽ നിന്ന് കമൻറ്റ് പറയും. ഒരു സ്ത്രീ കടന്നു പോയാൽ പുരുഷനിൽ നിന്ന് കമൻറ്റ് പറയും. ഒരു പുരുഷൻ പോകുമ്പോൾ സ്ത്രീ കമൻറ്റ് പറയും. ഇങ്ങനെയുള്ള കമൻറ്റുകൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നവയാണ്, വളർച്ച കൊണ്ടുവരത്തില്ല ഒരിക്കലും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരവും പാപികളുടെ വഴിയിലും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഞാൻ പോകത്തില്ല എന്നൊരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. ആ തീരുമാനം ഉറപ്പിക്കപ്പെടുമ്പോഴാണ് ഈ ദൈവവുമായിട്ട് അകൽച്ച വന്നല്ലോ, ഈ ഗ്യാപ്പ് നികത്താൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കർത്തരാൽ വരുന്ന ആശീർവാദം വരത്തുള്ളൂ. ഹല്ലേലൂയ. നല്ല വചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. വന്നത് ശരിയാണ്, പക്ഷെ കർത്താവിനാലുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഈ വചനപ്രകാരമുള്ള ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം. ഹല്ലേലൂയ. കെട്ടി എഴുപ്പപ്പെടണം. ഹല്ലേലൂയ. ആ ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രി നടക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇത് ആഗ്രഹിക്കുന്നു. ഞാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും പരിശുദ്ധാത്മാവ് ഇത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം ഓക്കെ. അതിൻ്റെ അടുത്ത ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. വായിച്ചേ. അതിൻ്റെ 5ാം വാക്യം വായിച്ചേ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കരുത്, എന്നെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുകയാണ്, നമ്മൾ വായിച്ചു കേട്ടത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പറഞ്ഞേ. ഇത് ക്ലാസ് ആണ്. പറഞ്ഞേ സിസ്റ്റർ, പറഞ്ഞേ. നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ എന്ത് ചെയ്യാനാ ഇപ്പൊ വായിച്ചേ?
ദൈവനുടെ ന്യായപ്രമാണത്തെ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. എന്നാ നീ ആശീർവദിക്കപ്പെടും, നീ ഭാഗ്യവാനായി ഭാഗ്യവതിയായി മാറും. പകരം ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുതാനും വായിക്കാനും അറിയുന്നുള്ളവര് നിശ്ചയമായിട്ടും ഈ ദൈവവചനത്തെ എന്ത് ചെയ്യണം? ഇടവിടാതെ വായിച്ചതിൽ ജീവിക്കാൻ പഠിക്കണം. വായിക്കാൻ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിനകത്തൊരു ചോദ്യം വരാം, അപ്പം രാത്രിയും പകലുമാണ് ഈ രാപ്പകൽ എന്ന് പറയുന്നത്. അപ്പം രാത്രിയും പകലും മൊത്തം ബൈബിൾ വായിച്ചോണ്ടെങ്കിൽ ഇരുന്നാൽ മതിയോ? വേറെ ഒന്നും ചെയ്യണ്ടേ? ജോലിക്ക് പോകണ്ടേ? കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? ഭർത്താവിനെ നോക്കണ്ടേ? ഭാര്യ നോക്കണ്ടേ? അല്ലേ? രാത്രിയും പകലും അങ്ങ് ബൈബിൾ വായിച്ചോണ്ടെങ്കിൽ ഇരുന്നാൽ മതിയോ? അങ്ങനെ അല്ല. ഞാൻ പഠിച്ച വചനം രാത്രിയിലെയും പകലിലെയും എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നിങ്ങളുടെ പാസ്റ്റർ ഞായറാഴ്ച വചനം പഠിപ്പിച്ച് വിടുകയാണ് നിങ്ങളെ വീട്ടിലോട്ട്. പിന്നെ 6 ദിവസം നിങ്ങൾ പുറത്ത് പോയി ജീവിക്കുക. ജോലി സ്ഥലത്ത്, പഠിക്കുന്ന കോളേജ്, പഠിക്കുന്ന സ്കൂള്, അല്ലേ? വീട്ടിൽ ജോലി ചെയ്യുന്നവരെങ്കിൽ കിച്ചണിൽ, വീട്ടിലെ ജോലിയിൽ ഏർപ്പെടുന്നു. പക്ഷേ ദേവദാസൻ നമ്മളെ പഠിപ്പിച്ചു വിട്ട വചനം രാത്രിയിലും പകലിലും പ്രാവർത്തികമാക്കിയോ? അതിൻ്റെ അർത്ഥം ജീവിച്ചു പോകും. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം. രാത്രിയിലും പകലിലും ആ വചനപ്രകാരം ഞാൻ ജീവിച്ചു. ഇപ്പം പാസ്റ്റർ ഒരു വചനം പഠിപ്പിച്ച് വിടുകയാണ്. ഒരു നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന ഒരു കാര്യം എന്താണ്? എക്സാമ്പിൾ പറയുക. ഞാനൊരു ഉദാഹരണം പറയുക, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതന്നെ എടുക്കാം. എന്താണ്? ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു വിടുക. ഞാനൊരു കർത്താവിൻ്റെ ദാസിയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു വചനം പഠിപ്പിച്ചു വിടുക. ഇതാ പഠിപ്പിച്ചു വിടുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസയുടെ ഇരിപ്പിടത്തിലിരിക്കുന്നു, പഠിപ്പിച്ചു വിടുന്നു. പക്ഷെ നിങ്ങൾ അത് പഠിച്ചിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം പോയി അതുപോലെ രാത്രിയും പകലും ജീവിക്കാൻ പറ്റിയോ? ഹല്ലേലൂയ. ഇതിനെയാണ് രാപ്പകൽ വചനം ധ്യാനിക്കണമെന്ന് പറയുന്നത്. രാത്രിയും പകലും നിങ്ങൾക്ക് സമയം കിട്ടി എപ്പോൾ വേണോ ബൈബിൾ വായിക്കാം, നല്ലതാ. പക്ഷെ എന്താണ്? രാത്രിയും പകലും അത് ജീവിതത്തിലില്ലെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ട് ഒരു അർത്ഥവുമില്ല. എനിക്ക് ജീവിതത്തിൽ അത് പ്രാവർത്തികമാണ്. അപ്പോഴാണ് ഞാൻ ഇന്ന് വചനമൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പോവുകയാണ്. ഇന്ന് രാത്രി പോകും നിങ്ങൾ ഇവിടെ നിന്ന്. അപ്പം നാളെ നിങ്ങൾ എന്താണ് രാവിലെ എണീറ്റതും എന്താണ് ഒരു ദുഷ്ടനോ ദുഷ്ടയോ വന്ന് നമ്മളടുത്ത് വന്ന് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ അവരിങ്ങനെ, ഇപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ നമുക്ക് 2 പറ്റിക്കണം, നമുക്ക് ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, 2 പറയണം, അവിടെ ചെന്ന് നമ്മൾ പറയണം. ഉണ്ടോ? ഒരു ഉദാഹരണം പറയാം, നിങ്ങളങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറയുക. യേശു ഉപമ കൊണ്ടാണ് എല്ലാവരെയും പഠിപ്പിച്ചത്. ഞാൻ അതുകൊണ്ട് ഉദാഹരണം പറയുക. എന്താണ്? ദുഷ്ടന്റെ ആലോചന വന്നു, ദുഷ്ടയുടെ ആലോചന വന്നു. അപ്പം നമ്മുടെ ഉള്ളത്തിൽ എന്താ വരേണ്ടിയത്? അയ്യോ, ഇന്നലെ നമ്മൾ കേട്ടതാ വചനം, അയ്യോ ഞങ്ങൾ പഠിച്ചതാ വചനം, ദൈവം നമ്മുടെ അടുത്ത് സംസാരിച്ചതാ, പരിശുദ്ധാത്മാവ് ഇടപെട്ടതാ. ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് അകപ്പെടാതെ നമ്മളെ സൂക്ഷിക്കണം. അപ്പോൾ എന്താണ്? ഈ വചനപ്രകാരം ജീവിക്കാൻ ആരംഭിച്ചെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് എസ്കേപ്പ് ആവും നമ്മൾ. ഒന്നുകിൽ ആ വ്യക്തിയുടെ വായ മൂടും, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമ്മളായിട്ട് അങ്ങ് ഒഴിഞ്ഞങ്ങ് പോകും. നമ്മളതിൽ അകപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി നാളെ നമ്മൾ അവിടുന്ന് വിളിക്കുകയാണ്, വാ പോവാം, പോ, നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാം, ഒരു പേക്ക് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ പോവാം. പക്ഷെ എന്താണ്? രാത്രിയായപ്പം കേട്ടു, ഇന്നലെ ഞാൻ അത് കേട്ടതാ, എനിക്ക് ദൈവം സംസാരിച്ചതാ, ഞാൻ ഇനി എന്താണ് പാപികളുടെ വഴിയിൽ ഞാൻ പോകത്തില്ല, ഞാൻ ഇത് രാപ്പകൽ ഞാൻ ധ്യാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെയാണ് രാപ്പകൽ വചനം ധ്യാനിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എത്ര പ്രസംഗം കേട്ടതുകൊണ്ടോ എങ്ങനെ ആരാധിച്ചതുകൊണ്ടോ എന്തൊക്കെ ചെയ്തതുകൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല. അതെ. പിന്നെ ചില ആൾക്കാരുണ്ട്, അവരൊക്കെ അങ്ങനെ തന്നെ ജീവിക്കുന്നു. പിന്നെ ഇപ്പം നമ്മൾ എന്തിനു ജീവിക്കണം? ഇങ്ങനെയാണ് പിശാച് വന്ന് ചെവി പറഞ്ഞു കൊടുക്കുക. നോക്ക്,
അവരൊക്കെ ഭയങ്കര പാട്ടുകാരും പ്രാർത്ഥനക്കാരും ആരാധനക്കാരുമാണ്. അവരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. നീ എന്തിനാണ് ജീവിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നീ എന്തിനാണ് നിൻ്റെ ജീവിതത്തെ ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ചെവി വന്ന് പറഞ്ഞു കൊടുക്കും. അത് പിശാചാണ്. ഉടനെ ആലോചന തരും, നീ അങ്ങനെ ചെയ്യാതെ, നീ അങ്ങനെ ചെയ്യാതെ. അവരൊക്കെ ഇങ്ങനെയാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഈ ആഴ്ചയിൽ ഒരു സിനിമയും കാണണ്ട, സീരിയലും കാണണ്ട, ഒന്നും കാണണ്ട, മിണ്ടാതിരിക്കാം, പോയി പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ആരാധനയും പള്ളിയിലെ കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിക്കാം എന്ന് തീരുമാനം എടുക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ വീട്ടിൽ എന്താണ് പ്രാർത്ഥനയും പാട്ടും ആരാധനയുള്ള ആൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ ഇപ്പുറത്തെ വീട്ടിലുള്ള തീരുമാനം എടുത്ത വീട്ടിലുള്ള ആൾ പറയും, നീ എന്താടി ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നേ? നീ എന്താ ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുക്കുന്നേ? അങ്ങോട്ട് നോക്ക്, പള്ളിയിലെ മെയിൻ ആളുകളാണ് അവരെല്ലാം. താണ്ടില്ലേ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പിശാച് നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും ചെവിയിലും പറഞ്ഞു തരും. ഇതും കേട്ടുകൊണ്ട് അവരെ പോലെ നമ്മൾ ജീവിക്കാൻ ആരംഭിച്ചാൽ അവർ പോകുന്നിടത്ത് തന്നെ നമ്മളും പോകും. യാതൊരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കുന്നവർ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാതിരിക്കാനാ ദൈവം നമുക്ക് എല്ലാം മുൻകൂട്ടി പറഞ്ഞു തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ആമേൻ, പിശാച് നമ്മളെ പരാജയപ്പെടുത്തും. നമ്മൾ രാവിലെ കേട്ടതുപോലെ എച്ചരിക്കை തരുമ്പോൾ നമ്മളെല്ലാം ലേസിയായിട്ട് വിട്ടിട്ട് സോംബേറിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. അവസാനം നമ്മൾ ആമേൻ പിശാചിൻ്റെ വായിൽ പോയി അകപ്പെടും. അവൻ നമ്മളെ എടുത്ത് അങ്ങ് വിഴുങ്ങും. ഹല്ലേലൂയ. അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. അപ്പൊ രാപ്പകൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ ബന്ധപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ നോക്കിയാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകളാണ് ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി അതിൻ്റെ 5-ാം വചനം ആമേൻ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ആ ആ കണ്ടോ, ദുഷ്ടൻ ന്യായവിസ്താരത്തിൽ തൻ്റെ തല നിവർത്തി വെച്ച് നിൽക്കാൻ പറ്റത്തില്ല. പാപിക്ക് ന്യായവിസ്താരത്തിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുക, എന്നെ ശ്രദ്ധിക്കുക. ഇപ്പൊ എന്താ നടക്കുന്നേ? ഞാൻ ദുഷ്ടനെ പോലെ ജീവിച്ചാൽ, ദുഷ്ടയെ പോലെ ജീവിച്ചാൽ എനിക്ക് എവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല? ന്യായവിധി എന്ന് പറഞ്ഞ്, ന്യായ തീർപ്പ് എന്ന് പറഞ്ഞൊരു ദിവസം വരാൻ പോകുകയാ. അന്ന് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ കാലുകളൊക്കെ പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങും. അതാ മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നത്, ആമേ ദൈവ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. ആമേൻ. അവർ പോയി ദൈവത്തിൻ്റെ ന്യായവിസ്താരത്തിൽ നിൽക്കുമ്പോൾ അവരെ കാലുകളൊക്കെ ആടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ എന്തും ചെയ്ത് ജീവിക്കാമെന്നുള്ള ധൈര്യത്തോടെ ജീവിക്കുന്നവരെല്ലാം അന്ന് കാലുകൾ നിൽക്കാൻ പറ്റത്തില്ല ഉറച്ച്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ പേടിച്ച് ഭയന്ന് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ വന്ന് നമ്മളെ കാലാട്ടി നോക്കുന്നില്ലേ? ആടുവെന്ന് നോക്കാം ഇവര്. ഹല്ലേലൂയ. ആട്ടി നോക്കുക അവരെ. പക്ഷേ ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മുടെ കാലുകൾ ആടിയാലും മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഇല്ലെങ്കിലും അവൻ ന്യായവിസ്താര ദിവസത്തിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾ ആടത്തില്ല. അവൻ ദൈവം തൻ്റെ കരം തന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയ രാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും. ഹല്ലേലൂയ. പക്ഷേ അവൻ ദുഷ്ടപ്രവൃത്തി ചെയ്ത്, അവൻ അഹങ്കാരം കാണിച്ച്, തന്നിഷ്ടപ്രകാരം ജീവിച്ച്, അവൻ ഹല്ലേലൂയ ഒരു പാപപ്രവൃത്തിയിൽ വീണ് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ അവൻ ന്യായതീർപ്പ് ദിവസത്തിൽ അവൻ ദൈവത്തിൻ്റെ മുന്നേ വന്ന് നിൽക്കുമ്പോൾ അവൻ ആ കോപത്തിൻ്റെ നടുവിൽ അവരെ കാലുകൾ ആടാൻ തുടങ്ങും, അവർ വിറയ്ക്കാൻ തുടങ്ങും. കാരണം എന്തെന്നറിയാമോ? അവർക്കറിയാം ദൈവം ന്യായവിസ്താരത്തിന് പുസ്തകമെടുത്ത് തുറന്ന് വായിക്കും. ഓമന എന്ന് പേരുള്ള ഒരാൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉദാഹരണം പറയാം. ഓമന വായിക്കും. ഓമന. അപ്പോൾ ഉടനെ സ്ക്രീന് വരും. ഓമന വന്നിവിടെ നിൽക്കുകയാണ്. ഓമന ചെയ്ത എല്ലാ പ്രവൃത്തികളും എല്ലാം ഇങ്ങനെ വരും. നിങ്ങൾ വിചാരിക്കും ഞാൻ കളി പറഞ്ഞിട്ട് പോകണമെന്ന്. അന്ന് പോയി നിൽക്കുമ്പോൾ മനസ്സിലാവുക, ഇങ്ങനെ ഒരു സിസ്റ്റർ പള്ളിയിൽ പ്രസംഗിക്കാൻ വന്നിരുന്ന് ആ സിസ്റ്റർ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്ന് ഇപ്പം ഞാൻ ഈ ന്യായവിസ്താരത്തിൽ നിൽക്കുകയാണ്.
എന്ന് അന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷേ അവിടെ നിങ്ങളുടെ കാലുകൾ ആടിപ്പോകാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവമായിട്ട് കണ്ടോ, ഗ്യാപ്പ് വന്നല്ലോ, ഗ്യാപ്പ് അവിടെ നികത്തിക്കൊള്ളണം. ഹല്ലേലൂയ. ഓമന അവിടെ നിൽക്കുമ്പോൾ ദൈവം തൻ്റെ പുസ്തകം തുറന്ന് വായിക്കും. ഓമന ഇത്രാം ദിവസം ഇത്ര സമയത്തിൽ ഇന്ന കാര്യം ചെയ്തു. വീട്ടിലുള്ളവർ കണ്ടില്ല, നാട്ടിലുള്ളവർ കണ്ടില്ല, എന്താണ് പാസ്റ്റർ കണ്ടില്ല, കൂടെ ആരാധിച്ചവർ കണ്ടില്ല. പക്ഷേ 2 കണ്ണുകൾ ആർക്കും മറക്കാൻ പറ്റത്തില്ല, കണ്ടുകൊണ്ട് നിന്നു. ഹല്ലേലൂയ. അവൻ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഓമനയുടെ പ്രവർത്തികൾ. ഇത്രാമത്തെ ദിവസത്തെ പ്രവർത്തി, ഇന്ന കാര്യം എഴുതി വെച്ചു. അതിപ്പോ ഓമന വന്ന് നിന്നപ്പോൾ കാണിച്ചു കൊടുക്കുക. ഓമനെ, നീ എന്താണ് ആരും കണ്ടില്ലെന്ന് വിചാരിച്ചു, ഇതാ ഞാൻ കണ്ടു. പക്ഷെ ഈ പ്രവൃത്തി നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുവോ അഥവാ പാതാളത്തിൽ കൊണ്ടുപോകുവോ? നമ്മൾ വിചാരിക്കരുത് അങ്ങ് ന്യായ തീർപ്പിൽ നമ്മളെ ദൈവമാണ് പിടിച്ച് നരകക്കുഴിയിലേക്ക് ഇടണേന്ന്. ആരും ഇടുന്നതല്ല, നമ്മളാ പോകുന്നത് താനെ. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം നമ്മൾ ചെയ്ത പ്രവൃത്തിയെ വിവരിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ കാലാടാൻ തുടങ്ങും, നിൽക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം ഈ പ്രവൃത്തി ചെയ്താൽ നമ്മൾ എവിടേക്ക് പോകുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് ഓർമ്മ വരും. ഇപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിൽ അന്ന് ഓർമ്മ വരും. അയ്യോ, വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ പ്രവൃത്തി ചെയ്തവരെല്ലാം നരകത്തിലേക്കാണ്. ആര് നമ്മളെ നരകത്തിലേക്ക് ഇടേണ്ട കാര്യമില്ല, നമ്മളായിട്ടങ്ങ് പോവും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇത് വളരെ ഭയാനകമായ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ആരുടെ മുന്നേ നമുക്ക് വേണമെങ്കിൽ മറയ്ക്കാം, പക്ഷെ ജീവനുള്ള ദൈവത്തിൻ്റെ മുന്നേ മറയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ന്യായ തീർപ്പ് എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ കാൽമുട്ടുകൾ ആടാൻ പാടില്ല. ധൈര്യത്തോട് നിൽക്കണം. ഞാൻ എൻ്റെ യേശു കർത്താവിന് വേണ്ടി ജീവിച്ച മകനാണ്, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ച മകളാണ്. പക്ഷെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ എൻ്റെ നാവ് ആടിപ്പോയി, എൻ്റെ കാലുകൾ ആടിപ്പോയി, എൻ്റെ കൈകൾ ആടിപ്പോയി. പക്ഷേ ഹല്ലേലൂയ, എന്നെ ഇപ്പോൾ ന്യായ തീർപ്പ് ദിവസത്തിൽ എൻ്റെ കാലുകളെ ഉറയ്ക്കുമാറാക്കി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. അവിടെ നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നിത്യനരകത്തിലേക്ക്. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് എന്ത് വേണോ കാണിച്ചു കൂട്ടാൻ പ്രിയ ദൈവമക്കളെ. ഒരു 60, 70, 80 വലിയ കഷ്ടമാണ് അതുവരെ ഇന്നത്തെ കാലം ജീവിക്കുന്നത്. പണ്ട് കാലത്തുള്ളവരൊക്കെ ജീവിച്ചു, പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര പാടാ. 30 വയസ്സ് 40 വയസ്സുകാരെ ചോദിച്ചാൽ നൂന്ന് നിൽക്കാൻ വയ്യ, ചരിഞ്ഞ് നിൽക്കാൻ വയ്യ, അല്ലേ? ഇവിടെ പിടുത്തും, കാലി പിടുത്തും, കൈ പിടുത്തും, തലയെ പിടുത്തും, ഇത് പിടുത്തമാണ് എല്ലാവർക്കും. അപ്പോൾ എന്താണ് അധിക നാള് വളരെ ആരോഗ്യത്തോടെ 80 വയസ്സ് വരെയൊക്കെ പോവാന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. ഹല്ലേലൂയ. നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം വളരെ കുറവാണ്. വചനം പഠിപ്പിക്കുന്നു 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അത് ഭയങ്കര ദുഃഖമെന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ച്. കാരണം ആരോഗ്യം കുറയാൻ തുടങ്ങും. ഇത്രയും ഷോർട്ടായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ ജീവിതമാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിനകത്ത് ഒരു 20 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെ നല്ല രക്തത്തിളപ്പുള്ള സമയമാണ്. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരോട് ചോദിച്ചാൽ അറിയാം, ആ 20 വയസ്സിൽ 40 വയസ്സിൽ ഇവരെങ്ങനെയായിരുന്നു എന്ന്. ഹല്ലേലൂയ. അവരുടെ ആ ചോരത്തിളപ്പിൽ അവരെങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് 20 വയസ്സിന് 40 വയസ്സിനും ഇടയിലുള്ള ആളെടുത്ത് 80 വയസ്സായ അപ്പച്ചൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് ആരെങ്കിലും അനുസരിക്കൂല. കാരണം എന്താണ്? ഇപ്പം അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് അവർ വിചാരിക്കും ഇതുപോലെ ഞാൻ എന്നും ഇരിക്കും. ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴം പ്ലാവല വീഴുമ്പം പച്ച പ്ലാവല നിന്ന് ചിരിക്കും. കാരണം എന്താണ്? ഞാൻ വീഴൂല, എനിക്ക് പച്ച കളറാണ്, ഞാൻ ഈ വൃക്ഷത്തോട് ഒട്ടിച്ചേർന്നാണ് നിൽക്കുന്നത്, എന്നെ അങ്ങനെ വീഴിക്കാനൊന്നും ആരും നോക്കണ്ട, ഞാൻ നല്ല ആരോഗ്യത്തോടൊക്കെ ഇരിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ എന്നെ ആട്ടിക്കളയാമെന്ന് ആരും വിചാരിക്കണ്ട. കാരണം ആടൂലെന്ന് അവർ പറയുന്നത് കണ്ടോ. പക്ഷേ പഴം പ്ലാവൽ അങ്ങനെയാണ് ഒരു കാലത്ത് വിചാരിച്ചത്. 20 വയസ്സിൽ 40 വയസ്സിൽ വിചാരിച്ചു എന്നെ അങ്ങനെ വീഴിക്കാന്നൊന്നും വിചാരിക്കണ്ട. പക്ഷേ 50 വയസ്സ് 60 വയസ്സും വരുമെന്നുള്ള കാര്യം വന്നപ്പോഴാണ് അറിഞ്ഞത്. അയ്യോ, ആരോഗ്യം കുറയും, പല്ല് പോവും, കാഴ്ച കുറയും, കൈകാലുകൾ ആടാൻ തുടങ്ങും. ഇതൊക്കെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ഹല്ലേലൂയ. ഇത്രയും
അവൻ പുല്ല് പോലത്തെ ഒരു ജീവിതമാ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിനകത്ത് എന്താണ്? വൈരാഗ്യവും പകയും പിണക്കവും അവൻ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് പകരം വീട്ടണമെന്ന ചിന്തയും അവൻ എന്തൊക്കെ ആയിത്തീരുമെന്നുള്ള വിചാരങ്ങളും ഇതെല്ലാം കൊണ്ടുവന്ന് പിശാച് ചിന്താമണ്ഡലങ്ങളെ നിറച്ച് അവൻ ദൈവവുമായിട്ട് നിന്ന ബന്ധത്തിൽ നിന്ന് അവൻ അകറ്റി മാറ്റി നമ്മളെ നാശകുഴിയിലേക്ക് കൊണ്ടുപോകാൻ അവൻ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ അവൻ ഹല്ലേലൂയ ഈ ദൈവവചനം നമ്മളോട് അറിയിക്കുന്നത്. അവൻ ഹല്ലേലൂയ അവൻ ദൈവബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം. അയ്യോ, ഞാൻ എവിടെയാണ് ദൈവത്തിൽ നിന്ന് ദൂരം പോയത്, അവിടെ എനിക്ക് തിരിച്ചു വരണം. ഹല്ലേലൂയ. ആരാധനയിൽ നിന്ന് ഞാൻ എവിടെയെങ്കിലും ദൂരം പോയോ, പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ദൂരം പോയോ, ദൈവവചനം വായിക്കുന്നതിന് ഞാൻ ദൂരം പോയോ, എനിക്ക് അടുത്ത് വരണം. എനിക്ക് എൻ്റെ ദൈവത്തോട് അടുത്ത് വരണം. ഹല്ലേലൂയ. ഇത് ദൈവം നമുക്ക് തരുന്നൊരു ചാൻസാണ്. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാ, നീ എവിടെ പ്രസംഗിക്കാൻ പോയാലും അവൻ പാപത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് എൻ്റെ ജനത്തെ എൻ്റെ മാർവിലേക്ക് ചേർക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ഏത് വിധേനയും ദൈവത്തിൻ്റെ മാറിലേക്ക് കൊണ്ടുപോകാനാ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊരു അവൻ ചാനലാണ് ഞാൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്നൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. അവൻ നിങ്ങൾ ദൈവത്തിൻ്റെ മാറിടത്ത് പോയി ആ ക്രൂശിലെ സ്നേഹത്തോട് നിങ്ങൾ ഒട്ടിയിരുന്നാൽ നിങ്ങളെ ഒരു പിശാചിനും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പ്രതിസന്ധികൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു രോഗത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. പിതാവ് ലോക സ്ഥാപനത്തിന് മുൻപേ ഒരുക്കിയ ആ നിത്യരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ ഭാഗ്യ പദവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരേ ഒരു ഭാഗം കൂടി ചിന്തിച്ചിട്ട് നമ്മൾക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം നീതിമൊഴികൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ആ ആ ആ ആ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ, വളരെ ശ്രദ്ധിക്കുക, ദൈവവചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. തമിഴിൽ ആ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിൻ്റെ കൽപ്പനയെ കട്ടളയെ ഉള്ളത്തിൽ ഭദ്രപ്പെടുത്തി മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഉള്ളത്തിൽ ഭദ്രപ്പെടുത്തി. മലയാളത്തിൽ അതിനെ സംഗ്രഹിച്ച് ശേഖരിച്ചു സ്റ്റോർ ചെയ്ത് വെച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, നേരുള്ളവർക്ക് അവൻ ഒരു കേടകമായിരിക്കും. നീതിമാന് അവൻ കേടകമായിരിക്കും, പരിചയമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തെ എൻ്റെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ആവശ്യ നേരത്തെ എടുത്ത് ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവശ്യ നേരത്ത് ഉപയോഗിക്കാം എടുത്ത്. ഇല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഉള്ളിലൊന്നുമില്ല, എങ്ങനെ നമുക്ക് ജയിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, ആ വ്യക്തിക്ക് വേണ്ടി ദൈവം കേടകമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ദാവീദ് എന്താണ്, ഗോലിയാത്തിൻ്റെ മുന്നേ നിൽക്കുകയാണ്. ദാവീദ് ആരാ? 17 വയസ്സുള്ള ഒരു ബാലനാ, ഒന്നും അറിയത്തില്ല, യുദ്ധവും പഠിച്ചിട്ടില്ല, കാട്ടിൽ അപ്പൻ്റെ ആട് മേച്ചുകൊണ്ട് കിടന്ന ആളാ, ഒന്നും അറിയില്ല. പക്ഷെ എന്താണ്, അവൻ്റെ കയ്യിൽ സിംഹത്തെയും കരടിയൊക്കെ കവണയും കല്ലും കൊണ്ട് അടിച്ചു കൊന്ന പരിചയമുണ്ട്. അവൻ്റെ സഞ്ചിക്കത് കിടക്കുകയായിരുന്നു. അവൻ അതെടുത്തു. പക്ഷെ ആ കല്ലും ആ കവണയും അവൻ എടുത്ത സമയത്ത് ദൈവമാണ് ഗോലിയാത്തിനെ അടിച്ചു വീഴ്ത്താൻ ദാവീദിന് കേടകമായിരുന്നത്. കണ്ടോ, ദാവീദിന് ശൗലിൻ്റെ പടച്ചട്ടയെല്ലാം കൊടുത്തു, വാളും കൊടുത്തു, ഒന്നും പ്രയോജനപ്പെട്ടില്ല. അവന് ഭയങ്കര വെയിറ്റ് പോലെ അതൊക്കെ തോന്നിയത്. എല്ലാം ഊരി മാറ്റിയിട്ട് എൻ്റെ സഞ്ചി കിടന്ന 2 കല്ലും 5 കല്ലും അവൻ കവണയും എടുത്തു.
ഹല്ലേലൂയ. ആമേൻ. ഗോലിയാത്തിന്റെ നെറ്റിക്കും ആമേൻ പതക്കത്തിന് ഇടയിൽ അടിച്ചു. ഒരൊറ്റ കല്ല് തന്നെ ഹല്ലേലൂയ കറക്റ്റാ പോയി പതിച്ചു. ഹല്ലേലൂയ. ആമേൻ. ശത്രു വീണു. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. ആ ദാവീദ് തൻ്റെ ഉള്ളത്തിനകത്ത് ആമേൻ ദൈവത്തിൻ്റെ വചനത്തെ സംഗ്രഹിച്ച് ആമേൻ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നവനാ. ആമേൻ. അതുകൊണ്ടാ ആമേൻ ദൈവം അവന് പരിചയമായിട്ട് വന്നത്, കേടകമായി വന്നു. ശത്രുവിൻ്റെ വാൾ തനിക്ക് വരാതെ തന്നിലിരുന്നതിന് അവൻ ശത്രുവിനെ വീഴ്ത്തേണ്ടതിന് അവൻ ഉപയോഗിക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഉള്ളിൽ വചനത്തെ സംഗ്രഹിച്ചു വെച്ചാൽ ആമേൻ നമ്മുടെ ജീവിതത്തെ വചനം നയിച്ചു കൊണ്ടുപോകും, നടത്തിക്കൊണ്ടുപോകും. ആമേൻ. തെറ്റായ വഴികളിൽ പോകാതെ നമ്മളെ തടഞ്ഞു വയ്ക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആമേൻ ഹല്ലേലൂയ അങ്ങനെ സമർപ്പിക്കണം. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. അതിൻ്റെ ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം വായിച്ചു. ആ ആ ആ ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ചിരുന്നാൽ പരസ്ത്രീയുടെ ചക്കരവാക്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. പരപുരുഷന്റെ ചക്കരവാക്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം എന്താണ് ചക്കരവാക്ക് പറഞ്ഞു വരുന്ന, ഇൻപ വാക്കുകൾ പറഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, അല്ലേ? നമ്മളതിനെ അവിടെ പഠിപ്പിക്കുമ്പം പറയും മിനിക്ക് 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 മിനിക്ക്. നിങ്ങൾ മിനിക്കിട്ടിരിക്കുന്നതല്ല ഞാൻ പറയുന്നത്, മിനിക്ക് മിനിക്ക് വരും. വന്നിട്ട് വരുന്ന എന്തിനാണ്? അന്യ പുരുഷന്മാരെ വീഴിക്കുവാൻ. അപ്പോൾ സഹോദരന്മാരുടെ ഉള്ളിനകത്ത് ദൈവവചനം സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിക്ക് മിനിക്ക് വരുന്നവരെ കാണുമ്പോൾ അവരെ വലയ്ക്കകത്ത് പോയി ചക്കരവാക്ക് കേട്ട് വീഴത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയാണ്. എന്താണ്? പെറ്റു വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഒരു 15-18 വയസ്സാവണ്ട. ഇപ്പോൾ ഒക്കെ 10 വയസ്സാവണ്ട. എന്നാൽ 6 വയസ്സായി ഒരു കൊച്ചു പറയുകയാണ് അവന് കല്യാണം കഴിക്കണമെന്ന്. എടാ, കല്യാണം എന്തെന്ന് പഠിച്ചു കഴിഞ്ഞു അവർ. 15-20 വയസ്സായവരെ പിന്നെ പിടിച്ചാൽ കിട്ടുമോ? ചക്കര വാക്ക് പറഞ്ഞ് ഒരാൾ വരികയാണ്. അപ്പോഴാണ് അങ്ങോട്ട് വിളിക്കുന്നത്. എന്തറിയാമോ? ചക്കരെ. നിങ്ങളതിനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളെ ഉണർത്തുന്നത്. എങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ വല്ല രഹസ്യക്രിയകളും ഉണ്ടെങ്കിൽ വിട്ടുമാറിയ അപ്പൻ്റെ രാജ്യത്ത് പോവാം. ഞാൻ ഇങ്ങനെ കാണിച്ചത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ സ്ക്രീനിൽ വരും. ഹല്ലേലൂയ. അപ്പൻ കണ്ടില്ല, അമ്മ കണ്ടില്ല, ഭാര്യ കണ്ടില്ല, ഭർത്താവും കണ്ടില്ല. ഹല്ലേലൂയ. പാസ്റ്ററും കണ്ടില്ല, പക്ഷെ ദൈവം കണ്ടു. എന്താ ചക്കരെ ഞാൻ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുമ്പോൾ പറയും, ഇത് കാണുന്നത് അവരുടെ മെസ്സേജ്, അവരുടെ ലവറിന് അയച്ച മെസ്സേജ് ഇതൊക്കെ കാണിച്ചു തരും. ലവ് ലെറ്റർ ഇതൊക്കെ കാണിച്ചു തരും. തൊണ്ടി സാധനം എന്താണ്? ചക്കരെ, വാവേ, മുത്തേ, ഇങ്ങനെയൊക്കെയാണ് വിളിക്കണേ ഇപ്പം. ഒരു കുട്ടിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ +2 പഠിക്കുകയാണ്. ദൈവ പൈതലാണ്, ദൈവ മകൾ. ആ കുഞ്ഞിലേ സൺഡേ സ്കൂൾ പഠിച്ചതാണ്. കുഞ്ഞില് കുട്ടി ഒരു ക്യാമറക്കാരനെ കണ്ട് പ്രേമിച്ചു. എന്ത് ചെയ്തു? +1 പഠിക്കുമ്പോൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. 16 വയസ്സിൽ പോയ വല്ല കഥയും നടക്കുമോ? പിടിച്ച് വെച്ചിരുന്നു. രണ്ടാമത് പിടിച്ചു വെച്ചിരുന്നു. 17 വയസ്സായപ്പോൾ പിന്നെയും ഇറങ്ങിപ്പോൾ കളഞ്ഞു. അവസാനം 18 വയസ്സ് വരെ കാത്തിരുന്നു. 18 വയസ്സിൽ പിന്നെയും ഇറങ്ങിപ്പോ. അപ്പോൾ പോയല്ലോ. പോയി എന്ത് ചെയ്യണം? ജീവിക്കണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? ജീവിക്കാൻ പറ്റിയില്ല. 3 മാസം തികയുന്നതിന് മുന്നേ എന്ത് ചെയ്തു? വീട്ടിൽ പച്ചക്കറിയും മീനും വാങ്ങിച്ചു കൊടുക്കാൻ വരണം. അവനെ ലൈനടിച്ച് അവൻ്റെ കൂടെ പോയി. കണ്ടോ? ഇന്നത്തെ ആൾക്കാരെ വഞ്ചിക്കുന്നുണ്ടോ? ചക്കരവാക്ക്. അപ്പം ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് ഞാൻ അവക്കൊരു ബൈബിൾ കയ്യിൽ കൊടുത്തു. സൺഡേ സ്കൂൾ പഠിച്ച കുട്ടിയാ. ഇത്രയും വളർന്നിരിക്കുക. ഇപ്പോൾ +1 കഴിഞ്ഞു, +2 ആകാറായി. എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് മരിക്കണം. ഇവിടെ കിണർ വല്ലതും ഉണ്ടോ? ഇപ്പം ക്യാമ്പസിനകത്ത്, നമ്മുടെ ക്യാമ്പസിൽ കിണറുണ്ടെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്? എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കണം. പോയതെന്തിനാണ്? ചക്കര വാക്ക് കേട്ട് പോയതെന്തിനാണ്? ജീവിക്കാനാ. ഇപ്പം പറയുന്നു മരിക്കണമെന്ന്.
അവൾ മരിക്കാതിരിക്കാൻ ഞാൻ കുറേ കഠിന പ്രയത്നങ്ങളൊക്കെ ചെയ്ത് സംസാരിച്ചു, ദൈവം സഹായിച്ചു. അപ്പോഴാണ് ആ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, നീ ദൈവവചനം കുഞ്ഞുനാളിലേ പഠിച്ചതല്ലേ? നിന്റെ അമ്മ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവമകളല്ലേ, നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? അപ്പോഴാണ് ആ കുട്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യം, എന്നെ ചതിച്ചത് സിനിമാ ലോകമായിരുന്നു. ഞാൻ എപ്പോഴും സിനിമ കാണും, എപ്പോഴും ഞാൻ സിനിമ കാണും, സീരിയൽ കാണും. അതിനകത്ത് എന്താണ്, കഥാപാത്രങ്ങൾ തമ്മിൽ നായകനും നായികയും നല്ല ആടിപ്പാടി രസിച്ച് നടക്കുന്ന പാട്ടുണ്ട് അല്ലേ? കാണുന്നവർക്ക് അറിയാമല്ലോ അല്ലേ? ഇപ്പം രക്ഷിക്കപ്പെട്ടവരും സ്ഥാനപ്പെട്ടവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ്, കണ്ട് ഇപ്പം അമ്മ ഇരുന്ന് കാണും, അപ്പനും കാണും, പിന്നെ കൂടെ ഇരുന്ന് മക്കളും കാണും, പിന്നെ പിള്ളേർ ഇതല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത്? അപ്പം എന്തായി, എല്ലാം കൈവിട്ടിട്ട് പോയിട്ട് നിലവിളിക്കും, അയ്യോ. പക്ഷേ സഹായിക്കാൻ ആരും കാണത്തില്ല എന്ന് വചനവും പറയുന്നു. പിന്നെ നിങ്ങൾ എന്നോട് നിലവിളിക്കും, സഹായിക്കാൻ ആരും കാണത്തില്ലെന്ന്. അതേപോലെയാണ് ഇവളോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവള് പറയുകയാണ്, സിനിമയിൽ നായകന് നായികയെ അടിച്ചു പാടി കളിച്ച് അവസാനം എല്ലാ എതിർപ്പുകളെ അതിജീവിച്ച് അവരൊന്നാവുമ്പോൾ ഒരു പാട്ടിടും അവസാനം. കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ, ലാ ലാ എന്ന് കൈയും പിടിച്ച് പോണതും കറങ്ങണതും പറക്കണതും ഇടും. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ കുഞ്ഞെന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടാണ് ഞാൻ ചതിക്കപ്പെട്ടത്. ആൻറ്റി, ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ പോയാൽ ഇതുപോലെയാണ്, എനിക്ക് എന്നും ടൂറായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താണ് ടൂറ്? അവിടെ പോയപ്പോഴാണ് അമ്മായിയെ നോക്കണം, അമ്മാവനെ നോക്കണം, വീട്ടിൽ ചോറ് വയ്ക്കണം, കാപ്പി ഉണ്ടാക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പശുവിനെ നോക്കണം. ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു. പിന്നെ എനിക്ക് ആ വീട്ടിൽ കിടക്കാൻ പറ്റുമോ? ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എന്താ ഇത്രയും കാലം? ഇങ്ങനെ പോയാൽ ഞാനും ആടിപ്പാടി ഇങ്ങനെ ടൂറ് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. ഇത് നടക്കാത്തത് കൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി അവൻ നടത്തിക്കുമെന്ന് വിചാരിച്ചു. അവിടെയും ചീറ്റ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പ്രിയ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് പറയുന്നത്, ചക്കരവാക്ക് പറയുന്ന സ്ത്രീകളിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തെ സംഗ്രഹിച്ച് വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പോയി അകപ്പെടും. അവസാനം അവൾ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അവിടെ പോയപ്പോൾ അവൻ എന്നെ ചക്കരയെന്നും വിളിക്കുന്നില്ല, അവൻ എന്നെ മുത്തേന്നും വിളിക്കുന്നില്ല, അവൻ എന്നെ ഒന്നും വിളിക്കുന്നില്ല. സംഭവം എന്താണെന്നറിയുമോ? കൈ കിട്ടുന്നവരെ എല്ലാം വിളിച്ചു. ഇതാ പിശാച്. കൈ കിട്ടുന്നവരെ വിളിക്കും ബാ ബാബാ എന്ന്. കൈ കിട്ടിക്കഴിയുമ്പോഴാണ് തനി സ്വരൂപം എന്താണെന്ന് അറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പോയവർക്കൊക്കെ നല്ല അനുഭവം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ പോവാൻ ആരെങ്കിലും റെഡിയായി ഇപ്പോൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രേരണയ്ക്കകത്താണെങ്കിൽ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, അടുത്തവൻ്റെ ഭാര്യ വശീകരണ ചക്കരവാക്കും കൊണ്ട് വരുമ്പോൾ ഒരുത്തര ഭർത്താക്കന്മാരും അവളുമാരെ വായിക്കകത്ത് ചെന്ന് വിഴുന്നു കൊടുക്കരുത്. ഹല്ലേലൂയ. തനിക്കിന്ന് ദൈവം ഒരു ഭാര്യയെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് എത്ര സൗന്ദര്യം കുറഞ്ഞതായാലും ശരി, എത്ര ബലഹീനമായതായാലും ശരി, എങ്ങനെ ഇരിക്കുന്നതായാലും ശരി, ദൈവം കൊടുത്തതാ. ആ ഭാര്യയെ നേരെയാക്കി ജീവിച്ചോണം. ഹല്ലേലൂയ, ആമേൻ. അടുത്തവരെ ഭർത്താക്കന്മാരെ സ്റ്റൈലും അഴകും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ പോലെ അല്ല കേട്ടോ, അയാൾ നല്ല ഹാൻസമാണ് എന്ന് പറയണ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നതല്ല, അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ വായാല പറയത്തില്ല, ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടു കിടക്കും. അവളെ പോലത്തെ ഭർത്താവ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമായിരുന്നു. അതൊന്ന് നല്ല നോക്കുന്നു. എൻ്റെ ഭർത്താവിന് ഒന്നിനും കൊള്ളും. ഇങ്ങനെ നമ്മളെ സ്വന്തം പല്ലിനെ നമ്മൾ തന്നെ കുത്തി എല്ലാവരുടെയും മുന്നും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇതാ നോക്ക് 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 നോക്ക്. ഇതാണ് ഇന്നത്തെ സ്ത്രീമാരെ കുഴപ്പം. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ആമേൻ, പരപുരുഷന്മാരെ കാണുമ്പോൾ ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് ആ വാക്കുകൾക്കകത്ത്, അവരുടെ നോട്ടത്തിനകത്ത് പോയി വീഴാതിരിക്കണമെങ്കിൽ ആമേൻ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. ആ സമയമാകുമ്പോൾ നമുക്ക് ഓർമ്മ വരും, അയ്യോ എൻ്റെ യേശു പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണ് ഇടർച്ച വരുത്താൻ പാടില്ല. ആമേൻ, അടുത്തവൻ്റെ ഭാര്യയെ നോക്കുന്നത് പോലും ആമേൻ വ്യഭിചാരത്തിന് തുല്യമാണെന്ന് എൻ്റെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പേടി നമ്മുടെ ഉള്ളിനകത്ത് വരും. ആ പാപത്തെ തപ്പി ജയിച്ച് വെളിയിൽ വരാൻ നമുക്ക് കൃപ ലഭിക്കും.
ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവമക്കൾ ജയിക്കേണ്ടത്. അല്ലാതെ പാസ്റ്റർമാരെല്ലാം ചുമ്മാ നേരമില്ലാത്തതുകൊണ്ടല്ല വചനം എടുത്ത് പ്രസംഗിക്കുന്ന പ്രിയ ദൈവമക്കളെ. നേരം പോവാനല്ല, പോക്കറ്റിനകത്ത് പൈസ നിറയ്ക്കാനല്ല ആ വചനം പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്ക്. ആമേൻ ഹല്ലേലൂയ. ആരും നമ്മുടെ കൂടെ വരേണ്ട കാര്യമില്ല. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു നോക്ക്. അവർ ലോകത്ത് എവിടെ വേണോ പോയിട്ട് അവൻ പോയതുപോലെ തിരിച്ചു വരും. ഹല്ലേലൂയ. നമുക്ക് ധൈര്യത്തോടെ വിടാം. ഹല്ലേലൂയ. അമ്മ ഇന്നെല്ലാവർക്കും പേടിയാണ്. എൻ്റെ കുഞ്ഞ് അവിടെ പോയിരിക്കുന്നു, എൻ്റെ കുഞ്ഞിവിടെ പോയിരിക്കുന്നു, എന്താവും ഏതാകും ഭയമാ. ഹല്ലേലൂയ. ദൈവം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ, അവരെ ദൈവ ഭയത്തിൽ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, അവർ ദൈവത്തെ പേടിക്കും ലോകത്ത് എവിടെ പോയാലും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആമേൻ നമ്മുടെ ജീവിതത്തെ ആമേൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പണിയേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരും സഭയിൽ വരുമ്പോൾ എല്ലാവരും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പുസ്തകമായത്. ഹല്ലേലൂയ. ഈ പുസ്തകത്തെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നാശത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്. നമ്മൾ ഒരിക്കലും നരകത്തിന് അർഹരായി മാറരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണിയണം. ദുഷ്ടൻ്റെ ആലോചനയിൽ പോയി കുടുങ്ങരുത്. പാപത്തിൻ്റെ വഴിയിൽ പോയി നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുത്. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ എന്താണ് പറയുന്നത് അതിൻ പ്രകാരമുള്ളൊരു ജീവിതത്തിലേക്ക് എനിക്ക് പോകണം. ആമേൻ. ഹല്ലേലൂയ. ചക്കരവാക്കും ആമേൻ ഹല്ലേലൂയ വഞ്ചന വാക്കുകളും പറയുന്നവരുടെ കയ്യിൽ ഞാൻ അകപ്പെട്ട് എൻ്റെ ജീവിതം തകർന്നു പോകും. ആമേൻ. ദൈവം എനിക്ക് പരിചയമായി കേടകമായിട്ട് വരണമെങ്കിൽ ആമേൻ എൻ്റെ അകത്ത് ആമേൻ ഈ വചനം എന്നെ നടത്തണം. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഒരു നിമിഷം ആമേൻ നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ ദൈവത്തോട് ഹല്ലേലൂയ വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒത്തിരി കാര്യമൊന്നും പറഞ്ഞില്ല, വളരെ കുറച്ച് കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം നിങ്ങളുടെ അകത്തത് മനസ്സിലാവാൻ വേണ്ടിയാ. ഒരു പക്ഷേ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ മലയാളം കൂടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിർത്തി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഉപമകൾ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പോലെ, വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ ആമേൻ നിങ്ങൾ ദൈവവുമായിട്ട് എവിടെയാണ് അകലത്തിലേക്ക് പോയത് അവിടെ അവൻ തിരിച്ചു വരണം. ഹല്ലേലൂയ. ആ ബന്ധം സ്ഥാപിക്കപ്പെടണം. ഹല്ലേലൂയ. പുനഃസ്ഥാപിക്കപ്പെടണം. ഹല്ലേലൂയ. അത് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ തുടർന്ന് ആരാധിക്കാനായിട്ട് പോകുകയാണ്. ഒരു അഭിഷേക ആരാധനയിലേക്ക് നമ്മൾ പോകാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു പാട്ട് പാടി നമ്മൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, കർത്താവ് ഈ വചനത്തിൽ പ്രസംഗിച്ച പോലത്തെ ഒരു കുറ്റം എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു കുറവ് എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അങ്ങനെപ്പെട്ടൊരു പാപപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ആമേൻ. ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവം ഇനി എല്ലാം കണ്ടുകൊണ്ടാണ് ദൈവം ഇരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നേ എനിക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു ദിവസം ന്യായ തീർപ്പ് ദിവസത്തിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരും. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ എൻ്റെ പേര് വായിക്കുമ്പോൾ ആമേൻ എൻ്റെ പ്രവൃത്തികൾ ഒരു സ്ക്രീനിൽ വെളിപ്പെടുത്തുമ്പോൾ ആമേൻ ദൈവം ആ പ്രവൃത്തികളുടെ പുസ്തകം തുറക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ മോശമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാകരുത്. ഇന്ന് നിങ്ങൾ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകും. പിന്നെ അത് ആ പുസ്തകത്തിൽ ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. അത് കഴുകിക്കളയും. അത് മായ്ച്ചു കളയും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നിങ്ങൾ മനം തിരുമ്പി വരാൻ ആമേൻ നിങ്ങളെ ഒപ്പിക്കൊടുക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ചെയ്ത പ്രവൃത്തി യേശു കർത്താവിൻ്റെ രക്തം കൊണ്ട് അങ്ങ് മായ്ച്ചു കളയും. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ ന്യായത്തീർപ്പ് ദിവസത്തിൽ പോകുമ്പോൾ അത് ആ സ്ക്രീനിൽ വെളിപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലൊന്ന് കൊടുക്കാമോ പ്രിയ ദൈവമക്കളെ? അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ട് കർത്താവ്. അപ്പം ഞാൻ ദൈവത്തെ വിട്ട് ദൂരം പോയിട്ടുണ്ട് കർത്താവ്. ആമേൻ. ഇതെൻ്റെ തെറ്റാണ്. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് പണിയണമേ. എൻ്റെ കുടുംബത്തിലൊരു വ്യക്തി ഇങ്ങനെ ഉണ്ട്. അയ്യോ, എൻ്റെ മക്കളിലൊരു വ്യക്തി ഇങ്ങനെ ഉണ്ട്. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്. എൻ്റെ ഭാര്യയിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട്. ദൈവമേ ആമേൻ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് പണിയണമേ. ദൈവമേ, എന്നെ മുഴുവനായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് അവൻ എത്ര പേർക്ക് ദൈവത്തിൽ സമർപ്പിക്കാൻ കഴിയും? നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. ഒത്തിരി സമയമായി നമ്മൾ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇരിക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ പ്രിയ ദൈവമക്കളെ. ഞാൻ നിങ്ങളോട് ഒരു ചക്കരവാക്ക് പറഞ്ഞിട്ട് പോകുന്നതല്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിന്റെ ഒത്തിരി വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകാം, നിങ്ങളെ സുഖിപ്പിച്ചിട്ട് ആമേൻ എനിക്കങ്ങ് പോകാം. പക്ഷേ ആമേൻ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങളാണ് നരകത്തിലേക്ക് പോകുന്നത്. അവൻ ഇതുപോലെ എത്ര ജീവിതമാണ്. ഹല്ലേലൂയ.
ഇതുപോലെ എത്ര എത്ര ജീവിതമാണ് പ്രിയ മക്കള് യേശു കർത്താവിനെ അറിഞ്ഞിട്ടും ആമേൻ ഹല്ലേലൂയ ദൈവവചനം തിരിച്ചറിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം രാപ്പകലുള്ള ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയാതെ പിശാചിന്റെ വലയിലകപ്പെട്ട് അവൻ നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നു. പേരിൽ ആരാണ് ദൈവ പൈതൽ, പേരിൽ ആരാണ് സ്നാനപ്പെട്ടതാ അവൻ ഹാലിൽ, പക്ഷേ അവൻ ഹാല ജീവിതം മറ്റൊരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവിനെന്ന് അവൻ പുത്രൻ വിളിച്ചു പറയുമ്പോൾ, യേശു കർത്താവ് വിളിച്ചു പറയുമ്പോൾ അവൻ നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. അതോ തീർപ്പ് ദിവസത്തിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾ ആടാൻ പാടില്ല, അവൻ നമ്മുടെ കൈകൾ വിറയ്ക്കാൻ പാടില്ല, അവൻ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. ഹല്ലേലൂയ. ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന് അവൻ ഹല്ലേലൂയ ഇത് ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു അവസരമായിരിക്കാം, ഒരു ചാൻസ് ആയിരിക്കാം, ഒരു സന്ദർഭമായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എത്ര തന്നെ അഹങ്കാരം കാണിച്ചാലും ഡംബം കാണിച്ചാലും നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ അഭിമാനിച്ചാലും, സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനിച്ചാലും, നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും ഇതൊന്നും ശാശ്വതമല്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. നമുക്ക് പൈസ ഉണ്ടായിരിക്കാം പക്ഷെ ഇതൊന്നും ഒരു ശാശ്വതമല്ല. നമ്മൾ പുല്ല് പോലെയാ നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. പുല്ല് പോലെയാ നമ്മുടെ ജീവിതം. ഒന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കാമോ? ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തോട് പറയണം, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ അയച്ച് എന്നെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് ഇന്ന് ഒരു പരിശുദ്ധാത്മാവ് നിറവ് ഞാൻ പ്രാപിച്ച് എന്നോട് പോരാടിക്കൊണ്ടിരുന്ന അന്ധകാര ശക്തികളെ ജയിച്ച് ഹല്ലേലൂയ ഞാൻ പുറത്തു വരേണ്ടതിന് എന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങൾ തരുന്നു. ഞാൻ ആരാധിക്കുമ്പോൾ എന്നിൽ ആ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. നുഖങ്ങൾ തകരണം, സാത്താൻ വെച്ച ചിന്തകൾ തകരണം, സാത്താൻ കൊണ്ടുവന്ന ശബ്ദങ്ങൾ തകരണം, സാത്താൻ കൊണ്ടുവന്ന ആലോചനകൾ തകരണം. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് ചേരാമോ? മനുഷ്യർ തമ്മിൽ പ്രശ്നമുണ്ടാകാം, അവർക്ക് ആശയങ്ങൾ ചേർന്ന് പോകാൻ കഴിയാത്ത പല വിഷയങ്ങളുണ്ടാകാം. പക്ഷെ അത് ദൈവവും നമ്മളുമായിട്ട് പ്രശ്നമുണ്ടാക്കല്ലേ പ്രിയ ദൈവമക്കളെ. ദൈവത്തോട് ചേരാം. ഹല്ലേലൂയ. ദൈവത്തോട് ചേരാം. ഹല്ലേലൂയ. അയ്യോ, എനിക്ക് അഹങ്കാരം പറയാൻ ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കൈമുഷ്ടിയുടെ അളവിലുള്ള ഹൃദയം ആണ് എനിക്കുള്ളത്. ഈ ഹൃദയം ഒന്ന് നിന്നുപോയാൽ പിന്നെ ഞാൻ ഒന്നുമില്ല കർത്താവേ. അത് ഞാൻ അറിയുന്നു കർത്താവേ. എന്നെ തരുന്നു കർത്താവേ നിന്റെ കയ്യില്. ഈ ഉപവാസ പ്രാർത്ഥന എന്നെയും എൻ്റെ കുടുംബത്തെയും പണിയാനായിരിക്കണമേ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തെ പുനഃസ്ഥാപിക്കാനായിരിക്കണമേ. ഹല്ലേലൂയ. എന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് ആരെല്ലാം ഹല്ലേലൂയ ദൈവത്തിന് നിങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി ഒരു ക്രിയ നടത്തും. ഹല്ലേലൂയ. നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നിങ്ങളെ ദൈവപുത്രന്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ ചേർത്ത് വയ്ക്കും. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തേണ്ടതിന് നമ്മളെ വിട്ടുകൊടുക്കാൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ.